പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? കർത്താവിൽ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം, മനോല്ലാസത്തോടെ ഇരിക്കണം. അതിനെപ്പോഴും യേശുവുമായി ബന്ധമുണ്ടായിരിക്കണം. ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ കാണുന്ന ഈ സ്ഥലവും അമേരിക്കയിൽ ലോസ് വേഗസ് എന്നൊരു പട്ടണമാണ്. ഇത് സിറ്റി ഓഫ് ഗാംബ്ലിംഗ് എന്നറിയപ്പെടുന്നു. ധാരാളം സ്റ്റാർ ഹോട്ടൽസ് ഇവിടെയുണ്ട്. ചൂതാടാനായി അനേകം ജനങ്ങൾ വന്ന് പണം നഷ്ടപ്പെട്ട് വേദനയോടെ തിരിച്ചു പോകുന്നു. ഒരുപാട് പേര് മദ്യപിച്ച് ബോധമില്ലാതെ റോഡിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ട് വളരെയധികം ദുഃഖിച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് ഇങ്ങനെയും ഒരു സ്ഥലമോ എന്ന്. എന്നാലും ഈ സ്ഥലത്തേക്ക് ദിവസവും ലക്ഷോപലക്ഷം ടൂറിസ്റ്റുകൾ വരുന്നു. കുടുംബത്തോടെയാണ് വരുന്നത്. കാരണം ധാരാളം വിനോദങ്ങളും നേരം പോക്കുകളും ഇവിടെയുണ്ട്. കുട്ടികൾക്ക് രസിക്കാൻ പല കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പട്ടണത്തിലും സഭകളുണ്ട്, പ്രാർത്ഥിക്കുന്ന ജനങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരാനായി കർത്താവ് കൃപ കാണിച്ചത്. അനേകം വർഷങ്ങൾക്ക് മുൻപ് ഒരു പാസ്റ്റർ ഇവിടെ വന്ന് ഒരു സഭയിൽ ആരാധന നടത്താനായി എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഈ പട്ടണത്തെക്കുറിച്ച് ഞാൻ വേറെ വിധമാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ ദേവാലയങ്ങളുമുണ്ടോ എന്ന് ചോദിച്ച് ഇവിടെ വന്ന് ആരാധനയിൽ പ്രസംഗിച്ചു. പിന്നെയാണ് വലിയ സഭകളൊക്കെയുള്ളത് കണ്ടത്. നല്ല ദൈവജനങ്ങളുമുണ്ട് എന്നറിഞ്ഞു. ഒരു കൂട്ടം ജനങ്ങൾ ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ കണ്ടു. ഈ പട്ടണത്തിൽ ഒരു ഉണർവുണ്ടാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്താനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരി, ഈ ദിവസത്തിൽ ഈ പട്ടണത്തിൽ പല വിധത്തിലും രൂപത്തിലും കെട്ടിടങ്ങളും സ്റ്റാർ ഹോട്ടൽസുമെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ശരി, ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം എന്താണ് എന്നറിയണം, അല്ലേ? ആവർത്തന പുസ്തകം 31 അധ്യായം 6 വാക്യം ഇങ്ങനെ പറയുന്നു: ധൈര്യമുള്ളവരായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഏതോ ഒരാളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുള്ള സ്ഥലത്ത് ആരോ നിങ്ങളെ ശല്യപ്പെടുത്തുന്നു. നിങ്ങളുടെ ബിസിനസ്സിനെ ആരോ ശല്യപ്പെടുത്തുന്നു. ജോലിയിൽ ആരോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നു. ആരോ ചില മനുഷ്യർ, ഏതോ ഒരു വ്യക്തി, ഏതോ ഒരു മേലുദ്യോഗസ്ഥൻ അഥവാ ഒരു ബന്ധവുമില്ലാത്തവർ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഭയപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവം പറയുന്നു, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. കാരണം കർത്താവ് നിങ്ങളുടെ കൂടെ വരുന്നു. നീ അവിടെ വാ, നിന്നെ ചോദ്യം ചെയ്യണം, ഇവിടെ വാ, നിന്നെ വിസ്തരിക്കണം എന്ന് പറയുന്നുണ്ടോ? കർത്താവ് കൂടെ വരും. ഞങ്ങൾ പണ്ട് ദൈവത്തിന്റെ ഭവനം, അതാണ് ആദ്യമായി നിർമ്മിച്ച കെട്ടിടം. ഒരാള് പട്ടയമുള്ള സ്ഥലം, തന്റെ സ്വന്തം സ്ഥലത്തെ നമുക്ക് തന്നു. അയാളുടെ സ്വന്തം സ്ഥലത്ത് സർക്കാരിന്റെ അനുവാദം വാങ്ങിയാണ് കെട്ടിടം ഉണ്ടാക്കുന്നത്. അതിന് വിരോധമായി പ്രശ്നമുണ്ടാക്കി അതിലൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു തഹസീൽദാർ, അയാളൊരു തീവ്രവാദ സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. അയാള് നിങ്ങളെ വിസ്തരിക്കണം, കം ടു അവർ ഓഫീസ് എന്നെല്ലാം പറഞ്ഞ്, ഇത് 40 വർഷം മുൻപാണ്, ഞങ്ങൾക്ക് ആരെയും അപ്പോൾ അറിയില്ല. പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു, തഹസീൽദാരുടെ ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. ഇങ്ങനെയൊന്നും എനിക്ക് ശീലമില്ലല്ലോ, ഭയം. ആരംഭത്തിൽ എനിക്ക് ഭയമായിരുന്നു. തഹസീൽദാരെ കാണാൻ പോകുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥനാ സംഘത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, ഭയപ്പെടാതെ ചെല്ല്, ഞാൻ കൂടെയുണ്ടാകും. ദൈവം കൂടെ വന്നാൽ മതി. അവിടെ ദൈവം ഒരു മനുഷ്യന് ഞങ്ങളോട് ഭയമുണ്ടാക്കി. നന്നായി സംസാരിക്കുന്ന ഒരു നല്ല വക്കീലിനെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അത്ര തന്നെ ആ തഹസീൽദാർ വിറച്ചുപോയി. പട്ടയമുള്ള സ്ഥലം സർക്കാരിന്റെ അനുവാദത്തോടെ ഉണ്ടാക്കുന്നു, ഇവരെ നിങ്ങൾക്ക് എങ്ങനെ വിരട്ടാനാകും? നിങ്ങൾ കോടതിയിലേക്ക് വാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ തഹസീൽദാരെ നടുങ്ങിപ്പോയി. ചിലപ്പോൾ അങ്ങനെയാണ്, ഭയപ്പെടുത്തുന്നത് പോലെ ജനങ്ങൾ വരും. നമ്മുടെ അറിവില്ലായ്മയെ ഉപയോഗിച്ച് ഭയപ്പെടുത്തും. പക്ഷേ ദൈവം നമ്മുടെ കൂടെ വന്ന് ശരിയായ ഒരാളെ നമുക്ക് വേണ്ടി കൊണ്ടുവരും. നമുക്ക് വേണ്ടി സംസാരിച്ച് ജയം നേടിത്തരും. അതാണ് ദൈവം പറയുന്നത്. ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട, ധൈര്യമായിരിക്ക് എന്ന് ദൈവം നിങ്ങളോടാണ് പറയുന്നത്. ഇന്ന് നിങ്ങളെ ആരോ പേടിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നുണ്ട്, അല്ലേ? നിങ്ങൾ ജയിക്കും, അവരെ ഇനി കാണുകയില്ല, നിങ്ങൾ പേടിക്കരുത്. ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ, ഞാൻ പേടിക്കില്ല, പരിഭ്രമിക്കില്ല, അങ്ങന്റെ കൂടെയുണ്ട്. ഇന്ന് ഈ പ്രശ്നത്തിനൊരവസാനം ഉണ്ടാക്കും. വേഗം തന്നെ ഈ പ്രശ്നം അവസാനിച്ച് ഞാൻ സന്തോഷത്തോടെ മുന്നോട്ടു പോകും. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ